Hey guys, welcome to a പുതിയ വ്ളോഗ്. ഇന്നലെ ഒരു ദിവസം നമ്മൾ വ്ളോഗ് എടുത്തില്ല ഗൈസ്. കാരണം ഇന്നലെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ 9-9:30 മണിയായി. പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു വ്ളോഗ് കൂടെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പട ഇളകി പോണ കാര്യമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ നമ്മൾ വ്ളോഗ് എടുത്തില്ല. ഇന്നലെ ഒരു ദിവസം ഫുൾ റെസ്റ്റ് എടുത്ത് ഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ 1-2 ബാക്കപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇന്ന് ഇതാ ഷൂട്ട് കഴിഞ്ഞ് 6:45 ഇറങ്ങി. ഇന്ന് ബിബിൻ ബ്രോ നമുക്ക് ഒരു വിരുന്ന് തരാനായിട്ട് വിളിച്ചേക്കാണ്. അപ്പൊ നമുക്ക് ബിബിൻ ബ്രോയുടെ വീട്ടിൽ പോകണം. പക്ഷെ അതിന് മുന്നേ എന്റെ കൊച്ചെവിടെ എന്നുള്ള എന്റെ ചോദ്യത്തിന്, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം തന്നോട്ടെ. അവള് ശരണ്യയുടെ സനുബ്രോയുടെയും കൂടെ ഒക്കെ പുറത്തോട്ട് പോയേക്കാണ് ഗൈസ്. എത്രയെന്നും പറഞ്ഞു ഗൈസ്, പാവം കൊച്ചു നിന്ന് ഷൂട്ട് കണ്ട് മടുക്കണത്. അപ്പോ അവള് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഊബർ എടുത്ത് നേരെ ശരൂന് അങ്ങോട്ട് പോയിട്ട് അവരിപ്പോ ഏതോ ഒരു കഫേയില് ഫുഡോ ചായ എങ്ങാണ്ട് കുടിച്ചോണ്ടിരിക്കണം. അപ്പൊ അവളെ അവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ബിബിൻ ബ്രോയുടെ വീട്ടിലോട്ട് പോകാൻ. ഞാൻ ആദ്യമായിട്ടാണ് ബിബിൻ ബ്രോയുടെ വീട്ടിലോട്ട് ചെല്ലണത്. ബിബിൻ ബ്രോയുടെ ഉമ്മ നല്ല അടിപൊളി ഫുഡ് വെക്കും ഗൈസ്. അപ്പോ ഇന്ന് ബിബിൻ ബ്രോയുടെ വീട്ടിലാണ് നമുക്ക് വിരുന്ന്. അപ്പൊ ആദ്യം പോയി കൊച്ചിനെ പിക്ക് ചെയ്യട്ടെ. എന്റെ പൊന്നോ ഗൈസ്, പറയാണ്ടിരിക്കാൻ വയ്യ. എന്തൊരു ട്രാഫിക് എറണാകുളത്ത്. ഞാൻ 6:45 ഇറങ്ങിയതാണ് അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന്. എടപ്പള്ളി എത്താൻ താണ്ട 7:20 കഴിഞ്ഞ്. അതിങ്ങനെ അനങ്ങി നടക്കണം. ഇവിടെ എന്തോ പില്ലറിന്റെ പണിയെങ്ങാണ്ട് നടക്കുകയാണെന്ന് തോന്നുന്നു. എന്തോ ഹിഡൻ ലീഫ് അത് നറൂട്ടോടെ ഇല്ലേതല്ലേ. ഹിഡൻ എന്തോ ഒരു കഫേ എന്ന് പറഞ്ഞ കഫേയിലാണ് കേസ് ഇവിടെ ഇരിക്കുന്നത്. എടപ്പള്ളിയിലാണ്. ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. പക്ഷേ ഈ ട്രാഫിക് ഒന്നും അനങ്ങണ്ടേ. പൊന്നു ട്രാഫിക്കേ, പ്ലീസ് മൂവ് ഗൈസ്. ഹിഡൻ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഓക്കെ മാപ്പൊക്കെ ഇട്ട് തന്ന ഗൈസ്. എന്നെ അവളുണ്ടല്ല ശരണ്യ ഏതോ കാട്ടിന്റെ അകത്ത് ഏതോ വീട്ടിന്റെ പിറകെ കൊണ്ടെത്തിച്ച് മര്യാദക്ക് ഇവിടുത്തെ മാപ്പ് ഇട്ട് വന്നോണ്ടിരുന്ന ഞാനാണ്. പക്ഷെ വൻ വൈബ് കേട്ടോ ഇവിടെ. നല്ല ചെടിയൊക്കെ. വർഷം ഇന്ന് ഇവിടെ തുള്ളിച്ചാടുന്നു. ഹായ്, ഹാപ്പി ബർത്ത്ഡേ പാർട്ടി. നമ്മുടെ ടീംസ് ഒക്കെ അവിടെ. ഹലോ, നമസ്കാരം. ഓ ബുദ്ധൻ. ഹലോ ബുദ്ധ. ഓ ഇവിടെ ഭയങ്കര തിരക്കാണല്ലോ ഗൈസ്. എടി ഹലോ കോനിച്ചിവാ. എടി മരൂളെ, മര്യാദക്ക് കറക്റ്റ് വഴി കൂടെ വന്നോണ്ടിരുന്ന എന്നെ ഏതോ കാട്ടിന്റെ ഇടയിൽ പറഞ്ഞു വിട്ടപ്പോ സമാധാനമായിട്ട്. നീ തന്ന ലൊക്കേഷൻ ഇതിന്റെ അപ്പുറത്തെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടിൽ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്നു. സനുബ്രോ ഇല്ല എനിക്ക് കറക്റ്റ് ആയിട്ട് വന്നോണ്ടിരുന്ന എവള് വഴി തെറ്റിച്ച്. ആണോ മിടുക്കി. മഞ്ഞമലയല്ല ആണോ എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയെങ്കിലും ഇരിക്കാടി അളിയാ. ഓ അല്ല വിരുന്നാണ്, എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. സനുബ്രോ അല്ല വ്ളോഗും താഴോട്ട് പിടിക്കേണ്ട എനിക്ക് മുഖം കാണായിരുന്നു. നമ്മള് സനുബ്രോ എപ്പോഴും വ്ളോഗ് ചെയ്യുമ്പം ഈ ഏരിയയിൽ പിടിക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് സ്റ്റെബിലൈസേഷനും കിട്ടും, നമുക്ക് ഇഷ്ടമുള്ള ഷോട്ടും കിട്ടും. എന്തിനടി ആരവന്റെ മടിയില്ല. ഹലോ ഭാര്യ, നൈസ് ടു മീറ്റ്. അയ്യോ മാറിപ്പോയി. അതാരായിരുന്നു? അയ്യോ സോറി കേട്ടോ അളിയാ, സോറി ചെറുതായിട്ട് കൊളായി. എല്ലാം ഒരു പുകമറ. ഞാൻ അപ്പുറത്തിരിക്കട്ടെ അടി. മാറിപ്പോയി കേട്ടോ. നൈസ് ടു മീറ്റ്. നേരത്തെ പരിചയപ്പെടുത്തണ്ടേ? ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാര്യയൊക്കെ ആക്കിയത്. ഹലോ ഗൈസ്, ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്നു വീണ്ടും. ഗൈസ് ഇവിടെ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ വന്ന് നിറയുന്നു. ഞങ്ങൾ എസ്കേപ്പ് ആവട്ടെ, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നു. എന്നിട്ടും ഒരു ചിക്കൻ വിങ്സ് അവൾ എന്നെ കൊണ്ട് ട്രൈ ചെയ്യിച്ചു. അവിടത്തെ ചിക്കൻ്റെ നമുക്ക് പിന്നെ ദിവസം വരാമല്ലോ. ഓക്കെ ചേച്ചി, അപ്പോ പോയിട്ട് വരാം. ചേച്ചി ഇന്ന് നാളെ അല്ലേ പോകുന്നത്? അപ്പോ ഹാവ് എ ഹാപ്പി ജേർണി. വരാം. നമ്മൾ മിക്കവാറും മുന്നേ അങ്ങോട്ട് വരും. വ്ളോഗൊക്കെ ചെയ്യണം. ഞങ്ങളും ശരിക്കും മിസ് ചെയ്യും. വ്ളോഗൊക്കെ സ്ഥിരമായിട്ട് ചെയ്യണം. ശരി സനുബ്രോ, ഞാൻ നോക്കിക്കോളാം. മക്കളെ ടാറ്റാ, പോയിട്ട് വരട്ടെ. പോയിട്ട് വരാവേ, ടാറ്റാ. അയ്യോ കുഴപ്പമൊന്നുമില്ല. എന്റെ കാലവിടെ ഉണ്ടാകുന്നോ ചക്കരെ. പോയിട്ട് വരട്ടെ. എടി നീ ഇവിടെ തന്നെ കാണുമല്ലോ എറണാകുളത്ത്. നിങ്ങളെല്ലാം ഇവിടെ തന്നെ കാണും. നിങ്ങൾ ടാറ്റ പറയേണ്ട ആവശ്യമില്ല. ടാറ്റ. ഞങ്ങൾ ബിരിയാണി കഴിച്ചിട്ട് വരാം.
ഓക്കെ, ഇവിടെ എന്തൊക്കെയോ വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. ഇതെന്തായാലും ഇതിന്റെ റിവ്യൂ എന്റെ ചാനലിൽ വരും. കരിമകളുടെ ചാനലിൽ നോക്കാം, ഈ ഐറ്റംസ് ഒക്കെ അവിടെ കാണാം. ബൈ ബൈ ബൈ. ഇനി ഞങ്ങൾ പോയൊരു വിരുന്ന് കഴിക്കട്ടെ കേസ്. വീണ്ടും എറണാകുളത്തെ കൊടൂര ട്രാഫിക്കിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബിബിൻ ബ്രോയുടെ വീടും ലക്ഷ്യമാക്കി. ഗൈസ് ഇതാണെന്ന് തോന്നുന്നു വീട് കേട്ടോ. കാരണം എന്താ, ബിബിൻ ബ്രോയുടെ ജാഗ്വാർ ഫ്രണ്ടിൽ തന്നെ കിടക്കുന്നു. നമ്മൾ വണ്ടി എവിടെ ഇടും എന്നുള്ളതാണ് ഒരു ചോദ്യം. ഞാൻ കൊണ്ടുപോയി വണ്ടി ഒതുക്കി ഗൈസ്. ബിബിൻ ബ്രോ ഹലോ, ആദ്യമായിട്ടാണ് വീട്ടില്. ഇത് ബിബിൻ ബ്രോയുടെ. ഹലോ നമസ്കാരം. നമസ്കാരം. ഹലോ നമസ്കാരം. ഹലോ, വിരുന്നിന് ഞങ്ങൾ എത്തിയിരിക്കുന്നു. മക്കളെ എവിടെ? നൈസ് ടു മീറ്റ് യു. സുഖമാണോ? നിന്നെ പോക്കറ്റിലാക്കിയല്ലേ? അത് നിങ്ങൾ ഒരേപോലത്തെ ഡ്രസ്. ഇതൊക്കെ പുരസ്കാരങ്ങളാണ് ഗോയ്സ്. ബിബിൻ ബ്രോ മേടിച്ചു കൂട്ടിയിരിക്കുന്ന ഇതാണ്. ബിബിൻ ബ്രോ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന എന്റെ യഥാർത്ഥ പുരസ്കാരത്തായിരിക്കുന്നതാണ്. എവിടെ? ആദ്യത്തെ 3 100 ഇതാണ് പണിയെടുത്തേക്കണത്. ഓ, എന്റെ ഫസ്റ്റ് ഹീറോ പടത്തിന്റെ 100. ഒരു പഴയ എന്തോ ഞാൻ എടുത്തോണ്ട് നടക്കാറുണ്ട്. ഇത് ഒരു പഴയ ബോംബ് ഹീറോ പടം. ഇതില് നായകനായിട്ട് അഭിനയിച്ചപ്പോ അത് വേറെ ഫീൽ തന്നെ ഇരുന്നാണോ അല്ലേ മെമ്രോ? അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് കട്ടപ്പന ഋത്തിക് റോഷന്റെ. ഇത് ബമ്പർച്ചിനെ ഇതെങ്ങനെ ഇവിടെ വന്നത്? അതൊക്കെ വന്ന് ഓ, ഇവിടെ പുരസ്കാരം തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് എടുക്കുമെന്നെങ്കിലും എടുത്തോണ്ടായില്ലല്ലോ. ആണാ? ഇല്ല, മെയിൻ ഇതല്ലേ. ഇന്ന് ഞാൻ ജസ്റ്റ് വിരുന്ന് കഴിക്കാൻ പറഞ്ഞതിന്റെ അടുത്താണ് നമ്മുടെ. ഓ, വിരുന്ന് സെപ്പറേറ്റ് എടുക്കുന്നുണ്ട് എല്ലാരും. ആ, ഇത് വാടക വീടാന്നുള്ള കൂടി പറഞ്ഞു. അയ്യോ അതുണ്ട് അത് ഞാൻ പറഞ്ഞേക്കാം ഗൈസ്. ഇതിപ്പോ വാടക വീടാണ്. ഒരു അടാറ് വീട് വിത്ത് ഹോം തിയേറ്റർ വരുന്നുണ്ട്. ഓണത്തിനല്ലേ ബിംബ്രോ? ഇതൊക്കെ മോളുടെ കലാവിരുതായിരിക്കുമല്ലോ. ഞങ്ങള് കുറച്ച് അമ്മ സോറ പറഞ്ഞിട്ട് വരാം ഗൈസ്. അപ്പം സെപ്റ്റംബർ ഒക്കെ അടുപ്പിച്ച് ബിംബ്രോയുടെ പുതിയ വീട് വേലയാണ്. നമുക്കാണ് ഹോം ടൂർ വിത്ത് കാർത്തിക് സൂര്യയിൽ ബിബിൻ ബ്രോയിനെ ഫീച്ചർ ചെയ്യണമായിരിക്കും. പൊളിക്ക് നമ്മള് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് വരാം. ഇതെന്തോന്നത്? LKG ക്ലാസ്സാ? മകളെ നീ എത്ര പഠിക്കാനടി? 1 നീ എത്ര പഠിക്കാനടി? UKG നന്നായി. ഞാൻ വിചാരിച്ചേ എന്റെ മോക്ക് ഒരു ചേച്ചീനെ കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പഴാണ് എനിക്ക് മനസ്സിലായത് ക്ലാസ്മേറ്റിനെ കിട്ടിയതല്ല, വർഷക്കാണ് ഒരു ചേച്ചീനെ കിട്ടിയത്. ചെറുതാ പെണ്ണെ വാ കഴിക്കാം. മക്കളെ അവള് മൈൻഡ് പോലും ചെയ്യണില്ല കേട്ടാ. ഇവള് നല്ല ആർട്ട് വർക്ക് ആണല്ലോ ബിംബ്രോ. ഇവിടെയൊക്കെ ചുമരില് ബിംബ്രോ ലിറ്ററലി എന്റെ വീടിന്റെ പഴയ ചുമര് ഇങ്ങനെയായിരുന്നു. ഞാൻ ശരി. ആ തെണ്ടിക്കുട്ടി ആരാണെന്ന് അറിയാമോ? ആ തെണ്ടിക്കുട്ടിയാണ് ഞാൻ. നല്ല ഫോട്ടോ. അപ്പച്ചനെ ചെയ്ത് സ്കെച്ച് ചെയ്ത് തന്നാണ് എനിക്ക്. എന്റെ ഒരു ഫാൻ തന്നാണ്. കണ്ണ് പറഞ്ഞു നമ്മളെ അപ്പനില്ലല്ലോ. നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. കറക്റ്റ് ഫാമിലി ഫോട്ടോ ആണെന്നേ പറയുള്ളൂ. ഇത് കിടില ഫോട്ടോ കേട്ടോ. ഇതൊരു ഫോട്ടോഷൂട്ടാണ്. കിടില ഫോട്ടോ നല്ലതായിട്ട് വരയ്ക്കുകയും ചെയ്തു. ഇതിൽ എത്ര മാല? 1 2 3 4. ഇതിന്റെ ഫോട്ടോ ഭയങ്കര രസമുള്ള ഫോട്ടോ. ഈ ചുമരാണ് സ്പെഷ്യൽ. ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ ഇത് മറ്റേ മൊവാണയിലെ മൗയിയാണ്. ഇത് മൊവാണ ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതെന്തോ വലിയ ഫൗണ്ടൻ പെൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലായില്ല. ഇത് മറ്റേ അവന്റെ ഹുക്കാണ്. മക്കള് നല്ല ഓഹോ, ലൈറ്റ് ഉണ്ടായിട്ടാണോ ഇത്രയും നേരം എന്നെ അന്ധകാരത്തിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തിരുന്നു? മക്കളെ ഇതൊക്കെ ആരാടാ? ഇതാരാ? ഇത് മഞ്ജുപിള്ള. ഇവിടെ വരെയാടാ മഞ്ജു ചേച്ചി പേടിച്ചിട്ട്. എവിടെ ഇതിലെവിടെ ഇടാം? ഇതാണല്ലേ മഞ്ജു ചേച്ചി. മുടി എവിടെ മഞ്ജു ചേച്ചിയുടെ? ഓ, മഞ്ജു ചേച്ചി ഇഷ്ടമാണോ? പുതിയ വീട് വയ്ക്കുമ്പോ നീ വരയ്ക്കൂ? ഇതേ കണക്ക് വരയ്ക്കൂലേ? പുതിയ ബുക്കൊക്കെ മേടിച്ചാൽ മതി. ആണോ? പേപ്പറൊക്കെ ഇരിക്കും, അതില് വരയ്ക്കുമെന്ന് കണ്ടറിയാം. ഓ
മകളെ എടി അവൾ എന്തെങ്കിലും രണ്ടുപേരും കഴിക്കട്ടടാ. ഇത് എന്തൊക്കെയാ ബ്രോ ഇവിടെ? ഇത് ഡീകോഡ് ചെയ്യാൻ 2 ദിവസം എടുക്കുമെന്നാണല്ലോ തോന്നുന്നത്. കിങ് ഇതാ. അത് മറ്റേ മണം വരുന്നതാണ്. ഓ ഇതില് പുകയില ഇടും അല്ലേ? അത് മറ്റേ പുകയിലല്ലേ ഇത് അതിന്റെ സ്മെല്ലുള്ള സാധനം ആണോ? ഞങ്ങൾ എല്ലാരും പടം മോണെന്ന് എഴുതിയിട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് നല്ല പടം കേട്ടോ. ഓഹോ പഴവും പിടിച്ചേക്കണ ഒരു അമ്മക്ക്. അല്ല അത് വേറെ ഇടുന്ന ഇത് അരയന്നത്തിന്റെ അടുത്ത് നിൽക്കണ ഒക്കെ അല്ല ചേച്ചി. ഇത് തന്നെയാണ് രവിവർമ്മയുടെ കുറെ മോഡൽസ് ഉണ്ട്. ആണോ? അതിലെ ഏറ്റവും ഫേമസ് മോഡൽസ് രവിവർമ്മ പൊമ്പിള്ളനെ മാത്രമേ വരയ്ക്കുള്ളായിരുന്നു. സാധനമാണ്. നളദമയന്തി കഥയിലെ അരയന്നം പോലെ. ഇത് എവിടെ തുടങ്ങും ബ്രോ നമ്മള്? ഇതെന്താ? ഇത് പാവക്ക. പാവക്ക ഇതാണ്. ഇതാ ഇത് കണമ്പ് വറുത്തത്. കണമ്പ് വറുത്തത്. നിന്റെ ഞാൻ മാമിച്ചോട് പറഞ്ഞു അവന് എന്ത് കിട്ടിയില്ലെങ്കിലും അവന് ചാള പൊള്ളിച്ചതും വെറുതെ മുളകിട്ട കൊടുത്താലും മതി, അവന് ഓക്കെയാണ്. എന്നെ എന്തുമാത്രം നല്ലതായിട്ട് അറിയാതെ നോക്കണേ. കപ്പ ചോള കഴിഞ്ഞേ ഉള്ളൂ നമുക്ക്. ഏത് ഇത് കപ്പ, ബീൻസ്, ചെമ്മീൻ, ചോറ്, സലാഡ്. ഓ കണ്ണിമാങ്ങ അച്ചാർ. മൈ ഗോഡ്. പക്ഷേ വരുന്നില്ലേ നീ? ഈ വർഷം വരുമോന്നൊക്കെ. ബീഫ് തേങ്ങയിട്ട്. മഞ്ജു ചേച്ചിക്ക് ഫോട്ടോ എടുത്തേക്കും. മഞ്ജു ചേച്ചി ഇത് കണ്ട് തേങ്ങയാണ് അമ്മച്ചി, തേങ്ങയാണ് കരിക്കണോ? കരിക്കോ? ബീഫ്. എന്റെ വായിൽ വെള്ളം ഓർമ്മ. ബീഫ് കരിക്കിട്ട് പറ്റിച്ചത്. ഓ ഞാൻ കഴിച്ചിട്ടേ ഇല്ല കേട്ടാ. ഓ പക്ഷേ അതെ അതെ അവക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രോ ചെമ്മീൻ. ഒരു പാത്രം നിറയാ. എന്റെ പൊന്നടാതെ ചിക്കൻ റോസ്റ്റ്. ഇരിക്കും മക്കളെ ഇരിക്കാം. അതെ ഇത് ഭയങ്കര നഷ്ടമായി പോയി. മഞ്ജു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ഇത് അന്യായ നഷ്ടമാണ്. കാരണം അങ്ങനത്തെ സാധനം. ഞാൻ ഒന്ന് കൈ എഴുതട്ടെ എന്നിട്ട് ഇരിക്കട്ടെ. ഇതെന്താ ഇത്? സ്രാവോ? ഇത് നെമ്മീനാണ് കേട്ടോ. ഇത് കാളാഞ്ചി. കാളാഞ്ചിയാണോ? നെമ്മീനും ഉണ്ടോ വേറെ? ഓ ഭാഗ്യം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ എവിടെ കുത്തിക്കേണ്ടി. ഓ എനിക്കിത് കണ്ടിട്ട് എന്റെ വായിൽ വെള്ളം വരണം. ബിംബ്രോ കല്യാണം കഴിച്ച എന്റെ ഏറ്റവും രസമുള്ള പരിപാടി എന്താണെന്ന് അറിയാമോ? നല്ല നല്ല ഫുഡ് പല സ്ഥലങ്ങളിൽ പോയി വിരുന്നല്ലേടി. ഓ എന്ത് രസം കഴിച്ചു. തന്നെ നല്ല കപ്പയും ഇങ്ങനെ കുഴച്ചെടുക്കാം. കപ്പയോട് എന്താ ബിംബ്രോ കോമ്പിനേഷൻ? മീനല്ലേ? ഓ അടി പക്ഷേ ചാള വറുത്ത് എങ്ങനെയുണ്ട്? കൊഞ്ച് ഇതെപ്പോഴും ഉണ്ടല്ലേ? എനിക്ക് നാരായണൻകുട്ടിയെ പോലെയാണ് ബിംബ്രോ രവി. കൊഞ്ചെന്ന് പറയുമ്പോ ഞൊഞ്ഞു സൈഡ് ചെയ്തത്. ബീഫും കരിക്കും നോക്കുമ്പോ നോക്കട്ടെ. പക്ഷേ ബീഫും കരിക്കുവാണത്. ആ ബീഫും കരിക്കുവാണ്. ബീഫും കരിക്കും ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഓ ഹെവി സാധനം കഴിച്ചു. ഭയങ്കര ഫാൻസാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫാൻസ് വരാതിരിക്കും? മറ്റേ ആക്ടർ ഹുമാനിക്കൊക്കെ വന്ന് കഴിച്ചിട്ട് ഹുമാനിക്കൊക്കെ ലോകത്ത് എവിടെയൊക്കെ കഴിക്കുന്ന ആൾക്കാർ കഴിച്ചിട്ട് അത്രയും പ്രൈസ് ചെയ്യും. ഹുമാനിക്കൊക്കെ ഇത്രയും ഭയങ്കര സംഭവം. അത് ഈ ഒരുപാട് സ്നേഹത്തോടുകൂടി ആഹാരം വെക്കുന്നവരുടെ ഫുഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് ബിംബ്രോ. ഇങ്ങനെ തന്നെയാണ് നിന്റെ അമ്മേടെന്ന് ഞാൻ കേട്ടേക്കണം. അമ്മയുടെ ഫുഡല്ലേ? ഞാൻ വീട്ടിലോട് വിളിച്ചിട്ടുണ്ട് ഒരു ദിവസം അടുത്ത് വരുമ്പോ. കുരുമുളക് വെച്ചിട്ടുണ്ടോ? ആണല്ലേ ആ രുചി. കളമ്പിന് നമ്മളവിടെ നമ്മുടെ തിരുവനന്തപുരത്തെ പേരെന്താണെന്ന് എനിക്ക് ഒരു സൈഡിൽ നിന്നേ ഗൈസ് കണ്ണിമാങ്ങ അച്ചാറുണ്ട്. എനിക്ക് ആ വലിപ്പം കണ്ടിട്ട് തിന്നാതിരിക്കണ്ട. കണ്ണിമാങ്ങ അച്ചാറൊക്കെ അത് തിന്നി വാറ്റി ചോറ് തിന്നാണ്ട് മീൻ കിളി തിന്നി ചോറ് ഇത് എടുത്തേ മീൻ ഇട്ടേ വെച്ചിന് ഇത് വേണോ അത് വേണോ?
കുഞ്ഞു പീസാ. ഒരു കണ്ണിമാങ്ങ അച്ചാർ വെറുതെ എടുത്ത് കടിച്ചു നോക്കി. ഓക്കെ, സമാധാനം കുറച്ച് കഴിച്ചിട്ട് വരാം കഴിച്ച. അയ്യാ വയ്യാണ്ടായി ബ്രോ. ഗുയ്സ്, ആലപ്പുഴയും എറണാകുളവും തമ്മിൽ ഇപ്പൊ ടൈറ്റ് കോമ്പറ്റീഷനിലായി. അമ്മയുടെ കിടിലം പ്രിപ്പറേഷൻ കേട്ടോ ബ്രോ. എനിക്ക് ലിറ്ററലി വീട്ടിൽ കഴിക്കണ ഫീൽ. ഇനിയിപ്പോ ബിംബ്രോ വീട്ടിൽ വരുമ്പോഴത്തേക്കും നമ്മളവിടെ മനസ്സിലാവും. അതെ, ഇതേ കണക്കാണ്. ഞാൻ ഇവിടെ അമ്മ സൈഡിൽ വന്നിരുന്നിട്ട് വാരി തട്ടി കൊടുക്കണം വർഷയ്ക്ക്. പാവം ഞാൻ നമ്മുടെ അമ്മച്ചിയുടെ പ്രിപ്പറേഷന് കോമ്പറ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ. മച്ചാ വർഗീസിന്റെ വൈഫ്, അതായത് നല്ലതായിട്ട് കുക്ക് ചെയ്തു. അച്ഛൻ മച്ചാ വർഗീസിന്റെ വൈഫല്ലേ ചേച്ചി. അത് ഞാൻ കുറെ നാള് എഴുതാൻ വേണ്ടിട്ട് അവന്റെ കൂടെ, മച്ചാ വർഗീസിന്റെ മോനുണ്ട്, അവന്റെ കൂടെ പോയിരുന്നായിരുന്നേ. അപ്പൊ അവിടെ കഴിച്ചടാ അതിതൊന്നും വേറെ അത് ഈ ബേസിക്കലി ഇവിടെ തന്നെ എറണാകുളം കൈപുണ്യത്തിന്റെ വ്യത്യാസമൊന്നുമല്ല. എല്ലാവർക്കും എല്ലാവരുടെ കൈക്ക് ഓരോ ടേസ്റ്റ് കൊടുത്തേക്കണേ. അതെ. ഇനി ഞാൻ പെരുവഴിന്ന് പറയുന്നില്ല കേസ്. കഴിഞ്ഞ 5 വിരുന്നിലും ഞാൻ അത് തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പതുക്കെ ഇവിടെ എഴുന്നേറ്റ് പോയി കൈ എഴുതിട്ടൊക്കെ വരാം. ഒരു ആർട്ടിസ്റ്റിന് പല കോസ്റ്റ്യൂമുകളുടെ കൂടെ ഇടാൻ വാച്ചിങ്. ഇത് എന്തോന്ന് ബിംബ്രോ ഇത്? ഇതിനിടയിൽ അർമാണി ഉണ്ടായിരുന്നു കേസ് നമ്മുടെ ഷോയിൽ. ഇതല്ലേ അർമാണി ബിംബ്രോ? അല്ല, ഇതല്ലേ. ഇതേപോലത്തെ ഏകദേശം ഇരിക്കുന്ന ഒരു അർമാണി, അത് മിസ്സായി പോയിരുന്നു, കാണാനില്ല. പിന്നെ ഇതാണ് ബിംബ്രോയുടെ ചിന്തിക്കട. എല്ലാ എപ്പിസോഡിലും ഓരോ മാലയൊക്കെ ഇട്ടിരിക്കണ കാണാം. അതൊക്കെ ഇവിടെ നിന്നാണ് കേസ് വരുന്നത്. എന്തോരം മോതിരം ബിംബ്രോ ഇത്. ഇത് ബിംബ്രോ ഓരോ എവിടെയെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടെടുക്കണതാണ്. ആണോ? ഇതെന്താ ഇത്? അടിപൊളി. ഇത് കയ്യിലിടണ ബ്രേസ്ലെറ്റ് ഇല്ലടാ. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ബിംബ്രോ എടുത്ത് വെച്ചിട്ടുണ്ടല്ലേ. ഞാൻ കട്ട വെയിറ്റിംഗ് ബിംബ്രോ വീട് പാലുകാശിന് വേണ്ടിട്ട്. അതെ, അത് രസമായിരിക്കും ഇല്ലേ? വൈബായിരിക്കും കേസ്. വിരുന്നിന് ഡയറ്റ് ഇല്ല, ഐസ്ക്രീം കേസ്. നീ അവളെ വിട്ട് തന്നിരുന്നേ ഞങ്ങൾക്ക് വീട്ടിൽ പോവായിരുന്നു. പോട്ടെ ബിംബ്രോ, ഞങ്ങൾക്ക് പെർമിഷൻ വാങ്ങിത്താ വീട്ടിൽ പോവാൻ. അടിപൊളി ഫുഡായിരുന്നു കേട്ടാ. താങ്ക് യു. അമ്മച്ചി എവിടെ? അമ്മച്ചി എവിടെ കണ്ടിട്ട് വരാം. അമ്മച്ചി നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരുപാട് സന്തോഷം. വീട്ടിലോട്ട് വരണം ഒരു ദിവസം. ബിംബ്രോ എടുത്ത് പറയാം ഞാൻ അങ്ങോട്ട് വരണേ. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് വർഷേ എടി എന്തു അടി കുരുപ്പേ. ആ ഓക്കെ, അപ്പൊ അവളുടെ പക്ഷെ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ മക്കളെ. ആ മുതലിനൊന്ന് വിട്ടു തരുമോ? ഞാൻ ഞാൻ പിന്നെ ഒരു ദിവസം കൊണ്ടുവരാവേ. ഞാൻ പറഞ്ഞേക്കാം. വരട്ടുന്നോ? നീ പോരുക ഒരു ദിവസം. ഞാൻ ഒരു ദിവസം വർഷയെ കൊണ്ടുവരാം. അന്ന് നീ കൂടെ വന്നാ. എന്താ മക്കളെ? ഇനി വരുന്ന ദിവസം നമ്മള് ഓക്കെ ശരി. അത് പറ്റൂല, എനിക്ക് വേണം രാത്രി. ഒരു ദിവസം നമ്മുടെ പുതിയ വീട്ടിൽ അവർ ഒരു ദിവസം നിൽക്കും. വന്നേക്കാം പുതിയ വീട്ടിൽ വന്നേക്കാം. ഓക്കെ, വന്നേക്കാവേ. അപ്പം ഇനി വരുമ്പോ വർഷയുടെ ഒരു പടം കൂടെ വരച്ചു വെച്ചേക്കോ. ഇവിടെ വരച്ചാ മതി. ഫോട്ടോ എടുത്ത് അയച്ചു തന്നാ മതി. വരച്ചാ ഏതാടാ? ഇത് പാപ്പിടും. ഇതാടാ നിന്റെ മുടിക്കെന്ത് പറ്റിയടി? നിന്റെ തലയില് പിങ്ക് തലയണ വീണ. നന്നായിട്ടുണ്ട് മക്കളെ. പോയിട്ട് വരാവേ ചേട്ടനും ചേച്ചിയും. ടാറ്റാ.
അപ്പം ഞാൻ പോയിട്ട് വരാവേ. ടാറ്റ. ബിരുദിന് ഒരുപാട് താങ്ക് യു. എല്ലാവരെയും ഞാൻ വീട്ടിലോട്ട് വിളിച്ചേക്കാണ്. എന്നാണോ എല്ലാവരെയും കൊണ്ടിട്ട് വേണ്ടത്തോട്ട് പറഞ്ഞാൽ അന്നും വരണം, അതല്ലാതെ വരണം. ഓക്കെ, വരണേ. ഓക്കെ, ഞങ്ങൾ അറിയണ്ട. ബിംബ്രോ ടാറ്റ, താങ്ക് യു. യു ആർ മൈ ബ്രദർ. മൈൻ ടു. ഓ, ഇംഗ്ലീഷൊക്കെ വലിയ ആൾക്കാരൊക്കെ. നാളെ രാവിലെ ഷൂട്ട് തുടങ്ങും, ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല. അതെ, ഇത് മഞ്ജു ചേച്ചിക്ക് പൊതിഞ്ഞെടുക്കാൻ പറഞ്ഞ എടുത്താണ് കേസ്. ആ, ഞാൻ പറഞ്ഞേക്കാം അമ്മ. ആണാ, മഞ്ജു ചേച്ചിയുടെ ആക്ടിങ് വർക്ക്ഷോപ്പിന്റെ തിരക്കിലായി പോയി ഉമ്മച്ചി, അല്ലെങ്കിൽ വന്നൻ എന്തായാലും. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുവരാം. മകളെ, ആ മുതലൊന്ന് വിട്ടു തരുമോ? കല്യാണം കഴിക്കുന്നതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് വിരുന്ന് തീറ്റയാണ് പക്ഷേ, അല്ലേ? ഇത് പിടിച്ചോടാ. ഓ, ഇനി ചെന്ന് കിടന്ന് സമാധാനമായിട്ടൊരു ഉറക്കം. നാളെ ഫൈനൽ ഡേ ഓഫ് ഷൂട്ടാണ്. നാളെ തീരും അമ്മച്ചി. നാളെ കൂടെ ഉള്ളു അമ്മച്ചി. നാളെ ഓണം സ്പെഷ്യലാണ് കേസ്. അപ്പൊ നീ നാളെ വരൂലേടാ? അവളെ ആണോ? അടിപൊളി. അല്ല, ഫോണല്ല, TV. അടിപൊളി. ഓ, കിടിലൻ ഫുഡ് ഗൈസ്. ബിബിംബ്രോ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇന്ന് വരെ ഈ ഒരു മൂവി ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ജെന്യുവിനും ഭയങ്കര അടിപൊളിയാണ് ബിംബ്രോ. അപ്പോൾ ബിംബ്രോ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. എൻ്റെ അമ്മച്ചിയും പാപ്പുടുവും ബിംബ്രോയുടെ വൈഫും എല്ലാം ഭയങ്കര സ്നേഹമായിരുന്നു. നല്ല ഫുഡും ആയിരുന്നു അല്ലേടാ? നീയും കൊച്ചുമായിട്ട് ഭയങ്കര ഇതായില്ലടാ. അതെ, ബോണ്ട. അവിടെ ശരുവിന്റെ വീട്ടിൽ ചെന്ന അമ്മുമായിട്ട് ബോണ്ട, ഇവിടെ പാപ്പുടുമായിട്ട് ബോണ്ട, എന്റെ പൊന്നെ ഷുണ്ടുമായിട്ട് ബോണ്ട. ഓ, ബോണ്ട കാരണം ഇവിടെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്തായാലും ഇനി പോയി കിടന്നുറങ്ങട്ടെ, എന്നിട്ട് നാളെ ഷൂട്ടിന് രാവിലെ എഴുന്നേറ്റ് പോണം. അപ്പോ ബൈ ബൈ ഗൈസ്. ബൈ ബൈ. ടാറ്റാ. നാളെ കാണാം ഗൈസ്.